ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഉപ്പെന്ന ഈ ഘടകത്തിനെ നമുക്ക് മാറ്റി നിർത്താനേ കഴിയില്ല. കാരണം അത് നമ്മുടെ ജീവിതമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. ഈ ധാതു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് അതിൻ്റേതായ ധർമ്മങ്ങൾ അത് നിറവേറ്റുന്നുണ്ട്. ഇതെല്ലാ ആൾക്കാർക്കും അറിയാം. സോഡിയത്തിൻ്റെ കുറവ് കൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പല രീതിയിലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരിക്കലൊരു അച്ഛൻ മകളെടുത്ത് ചോദിച്ചു, മകളെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? കുഞ്ഞു പറഞ്ഞ്, ഞാൻ ഉപ്പോളം അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ ആ വാക്ക് അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയത്, ഇഷ്ടക്കുറവായിട്ട് തന്നെയാണ് തോന്നിയത്. രണ്ടാമത്തെ മോളെടുത്ത് ചോദിച്ചു, മോളെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? കുഞ്ഞു പറഞ്ഞു, ഞാൻ അച്ഛനെ പഞ്ചസാരയോളം സ്നേഹിക്കുന്നെന്ന്. അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാലങ്ങൾ കുറേ കഴിഞ്ഞു, മക്കളുടെ വിവാഹം എല്ലാം കഴിഞ്ഞു. ഇതുപോലെ ഉപ്പ് സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം അച്ഛന് ആൾക്കാരും എല്ലാം പോയി. അപ്പോൾ ആ കുട്ടി എല്ലാ സാധനങ്ങളും പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ അച്ഛന് വിളമ്പാൻ തുടങ്ങി. അച്ഛനത് കഴിക്കാൻ പറ്റുന്നില്ല, നല്ല ബുദ്ധിമുട്ട് തോന്നി. അപ്പം ചോദിച്ചു, എന്താ കാര്യവും ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഉപ്പോളം അച്ഛനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അതുകൊണ്ട് അച്ഛനിഷ്ടമുള്ള കാര്യം ഞാനിതാ ചെയ്തതാണ് എന്ന് മകൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ അച്ഛൻ്റെ തെറ്റ് മനസ്സിലായി. എൻ്റെ തെറ്റ് നീ തിരുത്തി തന്നതിൽ വളരെ സന്തോഷം. മകളാണോ വേറെ കുഞ്ഞുകുട്ടികളാണോ മറ്റുള്ളവരാണോ ഒന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ആരിൽ നിന്നാണ് ആ തെറ്റ് തിരുത്തുന്നത്, ആരിൽ നിന്നാണോ തെറ്റ് തിരുത്താനുള്ള അവസരം കിട്ടുന്നത്, നമ്മളത് തിരുത്തിയിരിക്കണം. ഈ നല്ല അച്ഛൻ ആ തെറ്റ് തിരുത്തി മകളോട് മാപ്പ് പറഞ്ഞ്, ഇനി ഒന്നിനെയും തരം താഴ്ത്തി കാണില്ല, നീ എനിക്ക് തന്ന പാഠം വളരെ വലുതാണെന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞ് മടങ്ങി. അതുപോലെ നമ്മൾ ഒന്നിനെയും തരം താഴ്ത്തി കാണരുത്. എല്ലാ ഭാഗ്യവും നമുക്ക് തരാൻ ഈശ്വരന് കഴിയും, ഈശ്വരൻ തന്നിരിക്കും, നമുക്ക് നേടാൻ കഴിയും. നേടുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ജഗന്നാഥനായി, ഭൂമിനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധം ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8089742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.